അമേരിക്കൻ പ്രസിഡന്റ് എന്നുവരെ വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു യൂട്ടാ സർവകലാശാലയിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ട ചാർലി കിർക്ക്. ട്രംപിന്റെ മകനേക്കാൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയാകാൻ യോഗ്യൻ ചാർലി കിർക്ക് ആണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരാധകരുടെ അഭിപ്രായം. റിപ്പബ്ലിക് പാർട്ടിയുടെ നേതൃത്വമായും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായെല്ലാം കിർക്ക് ഉയർന്നു വരുമെന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് ആ കൊലപാതകമുണ്ടായത്. യൂട്ടാ വാലി സർവകലാശാലയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ ഒരു അജ്ഞാതൻ വെടിയുതിർക്കുകയായിരുന്നു. ഇറക്കുമതി ചെയ്ത പഴയ മോഡൽ ആക്ഷൻ റൈഫിൾ പരിസരത്ത് നിന്ന് FBI കണ്ടെത്തി. ചാർലി കിർക്കിന്റെ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ചിത്രം പുറത്തുവിടുകയും വിവരങ്ങൾ നൽകുന്നവർക്ക് $1,00,000 വരെ പാരിതോഷികം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു FBI. ഒടുവിൽ പ്രതി പിടിയിലായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പിടിച്ചു കൊടുത്തതാകട്ടെ സ്വന്തം പിതാവും. എന്താണ് ചാർലി കിർക്കിന്റെ കൊലപാതകത്തിന് പിന്നിൽ? ആരാണ് ഈ കൊലപാതകി? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2025 സെപ്റ്റംബർ 10 ഉച്ചയ്ക്ക് 12:20 യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിലെ ഔട്ട്ഡോർ കോർട്ട്യാർഡായ ക്വാഡിൽ അമേരിക്കൻ കംബാക്ക് ടൂറിന്റെ ഭാഗമായി കിർക്ക് സംസാരിക്കുന്നതിനിടയിലാണ് അക്രമി വെടിവെച്ചത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ നടന്ന അമേരിക്കയിലെ കൂട്ട വെടിവെപ്പുകളിൽ വലിയൊരു വിഭാഗവും നടത്തിയത് ട്രാൻസ് വിഭാഗക്കാരായിരുന്നു എന്ന് ഒരു ചോദ്യത്തിന് മറുപടിയായി കിർക്ക് പറഞ്ഞു. ആ നിമിഷം ഏകദേശം 130 മീറ്റർ അകലെയുള്ള ലോസി സെന്ററിന്റെ മേൽക്കൂരയിൽ നിന്ന് ഒരു വെടിയുണ്ട കിർക്കിന്റെ കഴുത്ത് തുളച്ച് കടന്നുപോയി. രക്തമൊഴുക്കിക്കൊണ്ട് കസേരയിൽ നിന്ന് അദ്ദേഹം മറിഞ്ഞു വീണു. ജനക്കൂട്ടം പരിഭ്രാന്തരായി ഓടി. ചാർലി കിർക്കിനെ സുരക്ഷാ ജീവനക്കാർ സ്റ്റേജിൽ നിന്ന് മാറ്റി. ഉപയോഗിച്ച ആയുധം ഒരു പഴയ മോഡൽ ഇറക്കുമതി ചെയ്ത മൗസർ 3006 കാലിബർ ബോൾട്ട് ആക്ഷൻ റൈഫിൾ ആയിരുന്നു. ഇത് യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള ഒരു വനപ്രദേശത്ത് ടവലിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെടുത്തു. ഓട്ടോമാറ്റിക് റൈഫിളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ റൗണ്ട് വെടിയുതിർത്ത ശേഷവും തിരനിറയ്ക്കുന്ന തരം തോക്കുകളാണ് ഇത്. ദീർഘദൂരത്തേക്ക് കൃത്യതയോടെ വെടിവെക്കാൻ സാധിക്കുന്നതിനാൽ വേട്ടക്കാർ അടക്കമുള്ളവർക്ക് ഏറെ പ്രിയപ്പെട്ട ഇനം തോക്ക് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഹേ ഫാസിസ്റ്റ് ക്യാച്ച് ഓ ബെല്ല ചാവു എന്നെഴുതിയ 3 കാർട്രിഡ്ജുകളും FBI കണ്ടെത്തിയിരുന്നു. ടൈലർ റോബിൻസൺ എന്ന 22-കാരനെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പ്രതിയെ പിടികൂടിയ വിവരം ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പ്രതിയുടെ അച്ഛൻ തന്നെയാണ് അധികൃതർക്ക് വിവരം നൽകിയതെന്നും ഫോക്സ് ന്യൂസ് അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. വാഷിംഗ്ടൺ കൗണ്ടി വിഭാഗത്തിലെ വിരമിച്ച ഉദ്യോഗസ്ഥനാണ് ടൈലറിന്റെ പിതാവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവത്തിന് 28 മിനിറ്റ് മുൻപ് 11:52 ക്യാമ്പസിലെത്തിയ പ്രതി സ്റ്റെയർവെല്ലുകളിലൂടെയും മേൽക്കൂരയിലൂടെയും ഷൂട്ടിംഗ് സ്ഥലത്തെത്തി. സംഭവത്തിന് ശേഷം കെട്ടിടത്തിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി. അമേരിക്കൻ ഫ്ലാഗും ഈഗിൾ ചിത്രവുമുള്ള കറുത്ത ലോങ് സ്ലീവ് ടീഷർട്ട്, സൺഗ്ലാസ്, അഡിഡാസ് ഹാറ്റ്, ജീൻസ്, ഒരു കോൺവേഴ്സ് ഷൂ എന്നിവയാണ് ധരിച്ചിരുന്നത്. അടുത്തിടെ ടൈലർ കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതായും ചാർലി കിർക്ക് വെറുപ്പ് നിറഞ്ഞവനും വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിനാണ് എന്ന് പറഞ്ഞതായും ഒരു ബന്ധു വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2013 ബോസ്റ്റൺ മാരത്തോൺ ബോംബിങ്ങിന് ശേഷമുള്ള ഏറ്റവും വലിയ മാൻഹണ്ട് ആയിരുന്നു FBI നടത്തിയത്. പൊതുജനങ്ങളിൽ നിന്ന് 7000-ലധികം സൂചനകൾ ലഭിച്ചു. $1,00,000 പാരിതോഷികം വാഗ്ദാനം ചെയ്തിരുന്നത്. FBI പുറത്തുവിട്ട ഫോട്ടോകൾ ടൈലറിന്റെ പിതാവ് തിരിച്ചറിഞ്ഞതായാണ് റിപ്പോർട്ട്. സ്വയം കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും ആദ്യം വിസമ്മതിച്ചു. പിന്നീട് കീഴടങ്ങാൻ തയ്യാറാവുകയായിരുന്നു. വാഷിംഗ്ടൺ കൗണ്ടി ഷെരീഫ് ഓഫീസിലാണ് ഈ 22-കാരൻ കീഴടങ്ങിയതെന്ന് FBI വിശദമാക്കുന്നു. ഇനി അറിയേണ്ടത് എന്തിനാണ് ഇയാൾ ചാർലി കിർക്കിനെ കൊലപ്പെടുത്തിയെന്നാണ്. ഷിക്കാഗോയിൽ ഒരു ആർക്കിടെക്റ്റിന്റെ മകനായാണ് ചാർലി കിർക്ക് ജനിക്കുന്നത്. ഇല്ലിനോയ്സിലെ ഒരു കമ്മ്യൂണിറ്റി കോളേജിൽ പഠിച്ച കിർക്ക് വില്യം മോൺഗോമരിയോടൊപ്പം 2012 ടേണിംഗ് പോയിന്റ് USA എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് ടേണിംഗ് പോയിന്റ് USA എന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത്. ലിബറൽ പ്രവണതയുള്ള കോളേജ് ക്യാമ്പസുകളിൽ യാഥാസ്ഥിതിക ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. നിലവിൽ അമേരിക്കയിലെ 850 കോളേജുകളിൽ ഈ സംഘടനയ്ക്ക് ഘടകങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലുള്ള റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപിനെ തെരഞ്ഞെടുത്തതിൽ ചാർലി കിർക്കും ടേണിംഗ് പോയിന്റ് USAയും വഹിച്ചത് നിർണായക പങ്ക് തന്നെയാണ്. യുവാക്കളെ ട്രംപിനായി സജ്ജമാക്കിയതിലും കിർക്ക് പ്രശംസ നേടി. വൈസ് പ്രസിഡന്റ് JD വാൻസിനെ ട്രംപുമായി അടുപ്പിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിരുന്നു. ട്രംപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അമേരിക്കയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി മാറുകയായിരുന്നു ചാർലി കിർക്ക്. വൈറ്റ് ഹൌസിലെ സ്ഥിരം സന്ദർശകനായി. തീവ്ര വലത് സംഘടനയായ ടീ പാർട്ടി മൂവ്മെന്റ്, റിപ്പബ്ലിക്കൻ പാർട്ടി യോഗങ്ങൾ എന്നിവയിലെ പ്രധാന പ്രഭാഷകരിൽ ഒരാൾ കൂടിയായിരുന്നു കിർക്ക്. സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സും ആരാധകരും ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ട്രംപിന്റെ ആശയത്തെ മുൻനിർത്തി ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. എന്നാൽ ഒരു വിവാദ വ്യക്തിത്വമായിരുന്നു ചാർലി കിർക്കിൻ്റെത്. കടുത്ത യാഥാസ്ഥിതിക വലത് ആശയങ്ങൾ പ്രചരിപ്പിച്ചു എന്നത് തന്നെയാണ് പ്രധാന കാരണം. കുടുംബ മൂല്യങ്ങളിലും ക്രിസ്ത്യൻ നാഷണലിസത്തിലും ഊന്നിയായിരുന്നു ഇയാളുടെ പ്രഭാഷണങ്ങൾ അത്രയും. കഴിഞ്ഞ മാസം നടത്തിയ ഒരു പ്രസംഗത്തിനിടെ തോക്കുകൾ കൈവശം വെക്കാനുള്ള അവകാശം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കിർക്ക് പറഞ്ഞതും വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഇടത് പുരോഗമന ആശയങ്ങളുടെ കടുത്ത വിമർശകനായിരുന്നു അദ്ദേഹം. കടുത്ത ട്രാൻസ് LGBTQ വിരുദ്ധതയായിരുന്നു മറ്റൊരു വിഷയം.
2020 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിജയി ഡൊണാൾഡ് ട്രംപ് ആണെന്ന് പ്രചരിപ്പിച്ചതും വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തി. വിവാഹം വേണ്ടെന്ന് വെക്കുന്നവരെയും ഗർഭചിത്രത്തിന് വേണ്ടി വാദിക്കുന്നവരെയും എല്ലാം മോശക്കാരായി ചിത്രീകരിക്കുന്ന പരാമർശങ്ങളും ചാർലിക്ക് വിമർശകരെ കൂട്ടി. മഹാനായ ചാർലി കിർക്ക് കൊല്ലപ്പെട്ടിരിക്കുന്നു. അമേരിക്കയിലെ യുവാക്കളുടെ ഹൃദയത്തെ ചാർലിയേക്കാൾ മറ്റാർക്കും നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് ട്രംപ് ചാർലിയുടെ കൊലപാതകത്തിന് ശേഷം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ കൊലപാതകത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തി. ഇദ്ദേഹത്തിന്റെ കൊലയിലേക്ക് നയിച്ച കാരണങ്ങൾ FBI അന്വേഷിച്ചു വരികയാണ്.